മൊത്തത്തിൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അഷ്ഹദു എന്താ പറഞ്ഞ വാക്കിനർത്ഥം? നമ്മൾ പണ്ട് മദ്രസയിൽ പഠിച്ചു, മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവ് കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നു. ബസ്, അതിന്റെ അപ്പുറത്ത് നമ്മൾ കേട്ടില്ല, അറിഞ്ഞില്ല, അറിയിച്ചില്ല. ബഹുമാനപ്പെട്ട അഖീദയുടെ ഉലമാക്കൾ പറഞ്ഞു, അഷ്ഹദു എന്ന വാക്ക് രണ്ടർത്ഥം ഉൾക്കൊള്ളുന്നു, രണ്ട് പദങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് അഷ്ഹദു. എന്താ രണ്ട് പദം? ഒന്ന് അത്തസ്ദീഖു ബിൽ ഖൽബ്, രണ്ട് അൽ ഇഖ്റാറു ബിൽ ലിസാൻ. ഇത് രണ്ടിനും കൂടിയുള്ള ഒരു പദമാണ് അഷ്ഹദു. എങ്കിൽ ഒരു മുസ്ലിം അഷ്ഹദു എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? അല്ലാഹ്, ഞാൻ ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നു, ഞാൻ ഖൽബ് കൊണ്ട് സത്യമാക്കി ഉറപ്പിക്കുന്നു, നാവ് കൊണ്ട് ധൈര്യത്തോടെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. എന്ത്? രണ്ട് കാര്യങ്ങൾ. എന്താണ് ഒരു മുസ്ലിം ആദ്യമായി പ്രഖ്യാപിക്കുന്നത്? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അൻ, തീർച്ചയായും, ലാ ഇലാഹ, ഒരു ഇലാഹും ഇല്ല. നഫ്യുൽ ആം, നിഷേധം. ഷഹാദത്തിന്റെ ഒന്നാമത്തെ ഫർള്, റുക്ൻ. നഫി ചെയ്യുക, ഇലാഹുകളെ നഫി ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഏതൊക്കെ വസ്തുക്കൾ, വ്യക്തികൾ, ശക്തികൾ ആരാധിക്കപ്പെടുന്നുണ്ടോ, വിളിച്ച് തേടപ്പെടുന്നുണ്ടോ, പ്രാർത്ഥിക്കപ്പെടുന്നുണ്ടോ, സഹായം തേടപ്പെടുന്നുണ്ടോ, ആശ്രയിക്കപ്പെടുന്നുണ്ടോ, പേടിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കപ്പെടുന്നുണ്ടോ, ബലികർമ്മം നടത്തപ്പെടുന്നുണ്ടോ, കാവൽ തേടപ്പെടുന്നുണ്ടോ എന്നിത്യാദി എന്തെങ്കിലും ഒന്ന് അല്ലാഹുവല്ലാത്ത വസ്തു, വ്യക്തി, ശക്തികളോട് ചെയ്യപ്പെടുന്നുണ്ടോ, അവകളെ മുഴുവൻ അല്ലാഹ് ഞാൻ നിഷേധിക്കുന്നു എന്ന് ഞാൻ നിനക്ക് ഉറപ്പു തരുന്നു റബ്ബേ. ഒന്നാമത്തെ ഫർദ് നഫി ചെയ്യൽ. അല്ലാഹുവല്ലാത്ത എല്ലാത്തിനെയും നഫി ചെയ്യാതെ ഷഹാദത്ത് പൂർണ്ണമല്ല എന്നെഴുതിയ അഖീദയുടെ ഉലമാക്കൾ. എന്തുകൊണ്ട്? നിസ്കാരത്തിന്റെ ഒന്നാമത്തെ ഫർള് നിയ്യത്താണെങ്കിൽ ഷഹാദത്തിന്റെ ഒന്നാമത്തെ ഫർള് നഫി ചെയ്യലാണ്, അല്ലാഹുവല്ലാത്തതിനെ നിഷേധിക്കലാണ്, അല്ലാഹുവല്ലാത്തതിനെ കൊണ്ട് കഴിയൂല എന്നുറപ്പിക്കലാണ് ഷഹാദത്തിന്റെ ഒന്നാമത്തെ ഫർള്. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്കിൽ കേരളക്കരയിലെ ഭൂരിപക്ഷം മുസ്ലിമുകളെയും ഷഹാദ പൂർണ്ണമല്ല. എന്തുകൊണ്ട്? നിഷേധം വന്നില്ല. എന്താ നിഷേധം വന്നില്ല എന്ന് പറയാൻ കാരണം? റബീഉൽ ആഖിർ മാസം വന്നപ്പോൾ ഷെയ്ഖ് മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു, ബദരീങ്ങളെ വിളിക്കുന്നു. ഞങ്ങളുടെ നാട്ടിൽ കാണുന്ന ജാറങ്ങൾ, മഖ്ബറകൾ, നിങ്ങൾക്ക് അറിയാവുന്ന ജീവിച്ച് മരിച്ചുപോയ മുസ്ലിയാക്കന്മാരുടെ, മൗലവിമാരുടെ ഖബറുകൾ അവിടെ പോയിട്ട് തേടുന്നു, അവരെ ഇടയാളന്മാരാക്കുന്നു, അവരെ ശുപാർശകരാക്കുന്നു, ചരട് കെട്ടുന്നു, ഉറുക്ക് കെട്ടുന്നു, ഏലസ് കെട്ടുന്നു, ദാറത്തുനിന്ന് കിട്ടുന്ന മാലയിടുന്നു, ദാറത്തുനിന്ന് കിട്ടുന്ന പട്ടിന്റെ കഷ്ണം കൊണ്ടേക്ക് പുഴയ്ക്ക് കെട്ടിവെക്കുന്നു, വാഹനത്തിൽ കെട്ടുന്നു, ദാറത്തുനിന്ന് കിട്ടുന്ന എണ്ണ കുടിക്കുന്നു. എന്തുകൊണ്ട്? നഫി ചെയ്യാത്തത് കൊണ്ട്. ആരെ? അല്ലാഹുവല്ലാത്ത സർവ്വതിനെയും ചെയ്യൽ നിർബന്ധം. റബീഉൽ ആഖിർ മാസം എത്തിക്കഴിഞ്ഞപ്പോൾ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി വിളിക്കപ്പെട്ടു 1000 പ്രാവശ്യം. ഹാദിറാകുമെന്ന വിശ്വാസത്തോടെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനുള്ള കഴിവ് ഷെയ്ഖിനുണ്ട് എന്ന തെറ്റിദ്ധാരണയോടെ ഉടമസ്ഥനായ അല്ലാഹു നിഷേധിക്കണമെന്ന് കൽപ്പിച്ചതിനെ നിഷേധിക്കാതെ സ്ഥിരീകരിച്ചുകൊണ്ട് ഷഹാദത്തെ തകർന്നു. ഏറ്റവും വലിയ അപകടം അതാണ്. എന്ന് പറഞ്ഞാൽ അല്ലാ ഇലാഹ എന്ന് പറഞ്ഞ വാക്കിനോട് അവൻ കൂറ് പുലർത്തിയില്ല. എന്താ രണ്ടാമത്തെ വാക്ക്? ഇല്ലല്ലാഹ്, ഐ ഇസ്ബാത്തുൽ ഖാസ്. എല്ലാത്തിനെയും നിഷേധിച്ച് അല്ലാഹുവിനെ മാത്രം സ്ഥിരപ്പെടുത്തുക. ഇനി ഒന്നുകൂടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ കലിമത്ത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയ കലിമത്തല്ല. അല്ല അല്ല പ്രവാചകന്മാരിൽ കൂടിയിരുന്ന് മുശാവറ ചെയ്ത് പഠിപ്പിച്ച കലിമത്തല്ല, മറിച്ച് വഹ്ദാനിയത്തുള്ള റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ച വാക്കാണ്. ആ വാക്കിന്റെ പ്രയോഗത്തിൽ ഒരർത്ഥമുണ്ട്. നിങ്ങള് പള്ളിയിലെ ഖത്തീബിനോടോ ഖാദിയാരോടൊക്കെ പോയിട്ട് ചോദിക്കുക, അറബി ഭാഷാ നിയമപ്രകാരം ഒരു കലിമത്തിൽ നഫിയും ഇസ്ബാത്തും ചേർന്ന് വന്നാൽ അതെന്തിനെ സൂചിപ്പിക്കുന്നു? ഒരു കലിമത്തിൽ നഫിയും ഇസ്ബാത്തും ചേർന്ന് വന്നാൽ അതെന്തിനെ സൂചിപ്പിക്കുന്നു? ഹസ്റിനെ സൂചിപ്പിക്കുന്നു. ഹസ്ർ എന്ന് പറഞ്ഞാൽ മാത്രം എന്ന അർത്ഥത്തെ. ലാ ഇലാഹ നഫിയാണ്, ഇല്ലല്ലാഹ് ഇസ്ബാത്താണ്. രണ്ടും ഒരു കലിമത്തിൽ വന്നാൽ അതിനർത്ഥം ഉടമസ്ഥനായ റബ്ബ് തീരുമാനിച്ചത് അല്ലാഹുവേ നീ മാത്രമേ ഉള്ളൂ ഉലൂഹിയ്യത്തിന് അർഹൻ എന്ന് ഞാൻ അംഗീകരിച്ചു പ്രഖ്യാപിക്കുന്നു. മാത്രമെന്ന പ്രയോഗം അല്ലാഹു തന്ന പ്രയോഗമാണ്, മുജാഹിദ് ഉണ്ടാക്കിയ പ്രയോഗമല്ല. കേരളക്കരയുള്ള പുരോഹിത വർഗം അങ്ങനെ പഠിപ്പിച്ചില്ലേ? മാത്രമെന്ന പ്രയോഗം മുജാഹിദ് ഉണ്ടാക്കിയത്, വഹാബി ഉണ്ടാക്കിയത്. ഇയ്യാക നഅ്ബുദു എന്ന സൂറത്തുൽ ഫാത്തിഹയിൽ മഫ്ഊൽ മുഖദ്ദമായി വന്ന അൽഫിയത്ത് ബിൻ മാലിക് ഇയ്യാക ലിത്തഖ്സീസ് എന്ന് പാടി പഠിച്ച ഉസ്താദുമാർ വരെ എളുപ്പില്ലാതെ മുജാഹിദിന്റെ വാദമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചു. ഇയ്യാക നഅ്ബുദുവിനെ നിന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുന്നു, അല്ലാഹു തന്ന അർത്ഥമാണ്. അല്ലാഹു തന്ന അർത്ഥമാണ്. നീയല്ലാത്ത വസ്തുക്കൾ, വ്യക്തികൾ, ശക്തികൾ, അർഹതകളില്ല എന്നുറപ്പിക്കൽ ഒരു മുസ്ലിമിന്റെ ഒന്നാമത്തെ ദൗത്യം. പിന്നെ എങ്ങനെ പ്രിയപ്പെട്ടവരെ കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾ ജാറത്തിൽ പോയി ദുആ ചെയ്യുന്നവരായി? എങ്ങനെ ഔലിയാക്കളെ വിളിക്കുന്നവരായി? എങ്ങനെ ഔലിയാക്കളെ ആശ്രയിക്കുന്നവരായി? ധിക്കാരമല്ലേ? യഥാർത്ഥത്തിൽ നന്ദികേടല്ലേ? ശരിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആരോട്? കക്കടിപ്പുറത്തുള്ള ജാറത്തിൽ ചെന്ന് ദുആ ചെയ്യുന്ന ആളോട്. ആ ജാറത്തിൽ ചെയ്യുന്ന നേർച്ചകളിൽ ആടുകളെ നേർച്ചയാക്കുന്നവരോട്, അവിടെ ചെന്ന് നേർച്ചയ്ക്ക് പൈസ കൊടുക്കുന്നവരോട്, അവിടെ കിടക്കുന്ന മൗലവിയെ അല്ലെങ്കിൽ മുസ്ലിയാരെ വലിയെന്ന് പറയപ്പെടുന്നവരെ അടയാളന്മാരാക്കി, ശുപാർശകരാക്കി അള്ളാഹുവിനോടൊന്ന് പറഞ്ഞേക്കണേ എന്ന് തവസ്സുൽ ചെയ്യുന്നവരോട്, ഇസ്തിഗാസ ചെയ്യുന്നവരോട് അള്ളാഹുവിന് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സിമ്പിളായ ക്വസ്റ്റ്യൻ. മനുഷ്യരെ, ഞാനല്ലാത്ത, അള്ളാഹു അല്ലാത്ത ജീവിച്ച് മരിച്ചു പോയ വ്യക്തികളെ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരെ, ജീവനില്ലാത്തവരെ, വസ്തുക്കളെ, ശക്തികളെയൊക്കെ നിങ്ങൾ ആശ്രയിക്കാനും കാവൽ തേടാനും അവകളിൽ സായുജ്യമടയാനും നിങ്ങളെ പ്രേരിപ്പിച്ച വസ്തു എന്താണ്? നിങ്ങളെ പ്രേരിപ്പിച്ച വസ്തു എന്താണ്? മാ ഗറക ബിറബ്ബിക്കൽ കരീം, മാ ഗറക ബിറബ്ബിക്കൽ കരീം, മാന്യനായ നിന്റെ റബ്ബിൽ നിന്നും നിന്നെ വഞ്ചിച്ച വസ്തു എന്താണ്? അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക, നിന്നെ സൃഷ്ടിച്ച് നിനക്ക് രൂപം തന്ന അല്ലാഹുവിനെ വിട്ട്. അല്ലാഹുവിന്റെ ചോദ്യം. അതേ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞത് അല്ലാഹുവിനെ മാത്രം വിളിക്കാനും ഷഹാദത്തിന്റെ അർത്ഥം ഉൾക്കൊണ്ട് ജീവിക്കാനും ആർക്കേ കഴിയൂ? അല്ലാഹുവിനെ അറിഞ്ഞവർക്കേ.